പ്രിയ കലാസ്നേഹികളെ, പുതുപുത്തൻ നർമ്മങ്ങളുമായി ഹോണ്ടോ ടൈഗേഴ്സ് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. ചിരിയും ചിന്തയും ഒരുക്കിക്കൊണ്ട് ഞങ്ങൾ അവതരിപ്പിക്കുന്നു ചിരിയിൽ അല്പം കാര്യം. കർത്താവേ, 10-14 മണിക്കൂർ ജോലി ചെയ്ത് നടുവൊടിഞ്ഞു. ഇടി അച്ചോ, ഇടി അച്ചാമ്മ, ഇവളിത് എവിടെ പോയി കിടക്കുക? എന്തിനാ സണ്ണിച്ചോ ഇങ്ങനെ കിടന്ന് തൊള്ള തുറക്കണത്? നിങ്ങളുടെ കൂല് കേട്ടാ തോന്നും ഹരിത നായരുടെ കത്തി നിങ്ങളുടെ പേരും ഉണ്ടെന്ന്. എന്റെ പേരുണ്ടായിരുന്നെങ്കിലേ ഞാനിപ്പോ ഒരു ഫേമസ് ഡോക്ടറായേനെ. അതൊക്കെ പോട്ടെ, നീ അകത്ത് എന്തെടുക്കുമായിരുന്നു? ഞാൻ ആ ഫേസ്ബുക്കിൽ സ്റ്റേറ്റസ് അപ്ഡേറ്റ് ചെയ്യുകയായിരുന്നേ. എടി, 14 മണിക്കൂറിൽ 2 സിസേറിയനും 2 നോർമൽ പ്രസവവും എടുത്ത് തളർന്നാണ് വീട്ടിൽ വരുന്നത്. വരുമ്പോൾ ഒരു കപ്പ് കാപ്പി വേണമെന്ന് പോലും ചോദിക്കത്തില്ല. അവളുടെ ഒരു സ്റ്റാറ്റസ് അപ്ഡേറ്റ്. സണ്ണിച്ച, ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ. എന്റെ സ്റ്റാറ്റസ് അപ്ഡേറ്റിന് 3 ലൈക്ക് കിട്ടി. ദാണ്ടേ, ആ ഗ്രേസി ഒരു അടിപൊളി ഫോട്ടോ ഇട്ടിട്ടുണ്ട്. എവിടെ എവിടെ? നോക്കട്ടെ നോക്കട്ടെ. തന്നെ ഒന്ന് നോക്കിയാ മതി. ഏതായാലും ഞാൻ അവൾക്കൊരു ലൈക്ക് പോലും കൊടുക്കുന്നില്ല. കഴിഞ്ഞ ആഴ്ച ഞാനൊരു ഫോട്ടോ ഇട്ടപ്പോ അവള് മൈൻഡ് പോലും ചെയ്തില്ല. അങ്ങനെ അവളിപ്പോ വലിയ ആളാകണ്ട. ഒന്നുകിൽ മെഗാ സീരിയൽ അല്ലെങ്കിൽ ഫേസ്ബുക്ക്. ഇങ്ങനെ സമയം വേസ്റ്റ് ആക്കല്ലേ എന്റെ അച്ചാമ്മേ. ഓ, എന്നെ വിട്ടൊരു സണ്ണിജായ. ഞാനൊരു പാവം. എനിക്ക് കൈരളി അസോസിയേഷനോ വോളിബോൾ ക്ലബോ ക്രിക്കറ്റ് ക്ലബോ ഒന്നുമില്ല. എനിക്ക് ഇതൊക്കെയാ നേരം പോക്കുള്ളൂ. നേരം പോക്ക് വേണ്ട എന്ന് ഞാൻ പറഞ്ഞില്ല. ഈ ചവറ് പരിപാടികൾ കാണാതെ എന്തെങ്കിലും നിലവാരമുള്ള കാര്യം ചെയ്യാനാ പറയുന്നത്. ഓ, ഒരു നിലവാരം. എന്നാ ഞാനും ബ്ലാക്ക് ലേബലും ഹെന്നസിയും ഒക്കെ ആയിട്ട് അങ്ങ് തുടങ്ങാം. അതിന് നിന്റെ അപ്പം തന്ന കാശ് കൊണ്ടാണോ ഞാൻ കുടിക്കുന്നത്? അതൊക്കെ പോട്ടെ. നമ്മുടെ ഒരു മകനുണ്ടല്ലോ, അവനെന്തിയേ? അവൻ ക്രിക്കറ്റ് കളിക്കാൻ പോയിരിക്കായിരുന്നു. ഇപ്പൊ വന്നതേ ഉള്ളൂ. അയ്യോ, എന്താ എന്തു പറ്റി? ഓ, നിങ്ങളുടെ കുരുത്തം കേട്ട ചെറുക്കൻ ക്രിക്കറ്റ് ബോൾ കൊണ്ട് എന്റെ തലയിൽ എറിഞ്ഞു. സോനു, ഡാ, എടാ സോനു. പഠിക്കാൻ വിട്ടപ്പം മനക്കലാവിനെ കല്ലെറിഞ്ഞില്ലേ കൊഴുത്തൻ കെട്ടവൻ. എന്താടാ ഇത്? കണ്ടറിഞ്ഞൂടാ നമ്മുടെ സർവന്റ്. അതല്ല ചോദിച്ചത്, ഇവിടെ നെറ്റിയിൽ കിടക്കുന്ന പാടെങ്ങനെ വന്നു? അത് ഡാഡ്, ഞാൻ ഈ ബോൾ അടിച്ചപ്പോ അങ്ങോട്ടേക്ക് മണ്ടതല കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞോ. ദേ സാറേ, ചെറുക്കനെ നേരെ ചൊവ്വേ വളർത്തിക്കോളാം. ഇതെനിക്ക് നാട്ടിൽ മോനെ വാട്സപ്പിലൂടെ അറിയിക്കാമെന്ന് വിചാരിച്ചാൽ കിച്ചണിലാണെങ്കിൽ വൈഫൈക്ക് റേഞ്ചും കിട്ടുന്നില്ല. മോനെ, നീ ഇന്ന് ടെസ്റ്റ് മാച്ച് കളിക്കാൻ പോയിട്ട് എന്തായി? ഓ, അതങ്ങ് തോറ്റുപോയി. നീ എന്നെ ഡാഡി എന്ന് വിളിക്കണ്ട. ഡാഡി, ഇത് വെറും ക്രിക്കറ്റ് ടെസ്റ്റാ, അല്ലാതെ DNA ടെസ്റ്റ് ഒന്നും അല്ല. പിന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട്. പറ. എന്നെ സ്കൂളിൽ നിന്ന് ഇറക്കിയിട്ടു. അയ്യോ, അതെന്തിനാ മോനെ? അത് പിന്നെ മമ്മി ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. ഈ ലാഭം ഉണ്ടാവുന്നത് എങ്ങനെയെന്നായിരുന്നു ചോദ്യം. ഞാൻ കേട്ടത് വായെന്നാണ്. അയ്യോ, എന്നിട്ട്? ഞാൻ വായുണ്ടായതിനെ പറ്റി വിശാലമായ കരുതി. അത് വായിച്ച ടീച്ചറിന്റെ ബോധം കെട്ടുവാണല്ലോ. നിങ്ങളുടെ അല്ലേ മോൻ? ഇതല്ല, ഇതിന്റെ അപ്പുറം ചെയ്യും. നീ ഇങ്ങനെ നിങ്ങളുടെ മോൻ എന്ന് പറയുമ്പോ എന്തോ ഒന്ന് എന്നിൽ അടിച്ചേൽപ്പിക്കുന്നു എന്നൊരു തോന്നൽ. ഇനി നീ അതിന്റെ പേര് വഴക്കുണ്ടാക്കണ്ട. എടാ സോനുവേ, നാളെ നിനക്ക് വോളിബോൾ പ്രാക്ടീസ് ഉണ്ട്. അടുത്ത ജിമ്മി ജോർജ് ടൂർണമെന്റിൽ കളിക്കാൻ നിനക്ക് ചാൻസ് കിട്ടും. അതിന് ഇവനെ വോളിബോൾ ടീമിൽ കയറാനുള്ള ചാൻസ് കിട്ടുമോ? എടി, ടീമിൽ കളിച്ചുകൊണ്ടിരുന്ന പ്രേമും സിജോയും ജോയും ജോണിയും ഒക്കെ കെട്ടി പിള്ളേരുമായി. ഇനി അവർക്കൊന്നും പഴയ പോലെ ചാടി കളിക്കാനൊന്നും സ്റ്റാമിന കിട്ടത്തില്ലെന്നേ. വോളിബോൾ കളിയൊന്നും വേണ്ട. ഇന്നാണ് കൈരളിയുടെ ഓണാഘോഷം. ബാത്ടപ്പിൽ ചെന്ന് കഴുത്തറ്റം വെള്ളത്തിൽ കിടന്ന് സോങ് പ്രാക്ടീസ് ചെയ്യ്. കഴുത്തറ്റം വെള്ളത്തിൽ കിടന്ന് പ്രാക്ടീസ് ചെയ്താലേ സംഗതി വരൂ. ഇവനെ എനിക്കൊരു പാട്ടുകാരനാക്കണം. എനിക്ക് വോളിബോളും വേണ്ട, പാട്ടും വേണ്ട. എനിക്ക് സച്ചിനെ പോലെ ഒരു ക്രിക്കറ്റ് പ്ലെയർ ആയാൽ മതി. അമ്മേ, ക്യാച്ച്! അയ്യോ, ഈ കുരുത്തം ചെറുക്കൻ. കണക്കായി പോയി. അവനെ എന്റെ മോനാ. എവിടെ എന്റെ കുഞ്ഞളിയൻ, നിന്റെ പുന്നാര ആങ്ങള?
അവനെ ബേസ്മെന്റിൽ എക്സസൈസ് ചെയ്തോണ്ടിരിക്കുക. അവനെ ചെയ്യുന്ന സമയം കൊണ്ടേ മുറ്റത്തിറങ്ങി പുല്ലൊന്ന് വെട്ടിയിരുന്നെങ്കിൽ അവന് എക്സർസൈസ് ചെയ്യാനെ എനിക്ക് കുറച്ച് സമയവും ലാഭിക്കായിരുന്നു. ഓ, അതൊക്കെ അവനെ അറിഞ്ഞുകൂടാത്ത പണിയാന്നേ. നാട്ടിലും മിമിക്രിയും കളിച്ച് വായിലും നോക്കി നടന്ന അവനെ ഈ അമേരിക്കയിൽ കൊണ്ടുവന്നതാണ് ഞാൻ ചെയ്ത തെറ്റ്. അത് പിന്നെ അവന്റെ പ്രായം അതല്ലേ. അതേടി, 30 വയസ്സ് കഴിഞ്ഞിട്ടും ഒരു പണിയും ചെയ്യാതെ കണ്ട സിനിമകളുടെ ഡയലോഗും പറഞ്ഞ് നടക്കേണ്ട പ്രായം. അമേരിക്കയിൽ വന്നാലെങ്കിൽ അവനൊരു മാറ്റം വരുമെന്ന് ഞാൻ വിചാരിച്ചു. എന്റെ അച്ചായ ഒന്ന് പതുക്കെ, എന്റെ ആങ്ങളെ ടിന്റുമോ വരുന്നുണ്ട്. പണ്ട് പണ്ട് പണ്ടേ ഞാൻ ഇങ്ങനെ തന്നെ പണ്ട് പണ്ടേ ഞാൻ ഇങ്ങനെ തന്നെ ഇനിയുള്ള കാലവും അങ്ങനെ തന്നെ. അലിയ, ഒരു അലിയന്റെ ധർമ്മമാണ് സ്വന്തം കുഞ്ഞളിയനെ പൊന്നുപോലെ നോക്കുക എന്നത്. അല്ലാതെ അമേരിക്കയിലെ പുല്ലുവെട്ടാനൊന്നും എന്നെ വെറുതെ പ്രതീക്ഷിക്കണ്ട. നിന്നെ ഇവിടെ കൊണ്ടുവന്നാണ് എനിക്ക് പറ്റിയ തെറ്റ്. വഞ്ചനയും ചതിയും ഞാൻ വെച്ചു പൊറപ്പിക്കില്ല. ഇവിടെ ഒരു നിയമമേ ഉള്ളൂ. അത് അളിയനായിരുന്നാലും ശരി, ഞാനായിരുന്നാലും ശരി. ഓ, ഇങ്ങനൊരു അവതാരം. എന്തൊക്കെ അവതാരങ്ങൾ എടുത്താലാണ് ഒരു ജന്മം പൂർത്തിയാവും? പുരാണ കഥകളിൽ പറയും പോലെ മത്സ്യമായി കൂർമ്മമായി വരാഹവും നരസിംഹവും ഒക്കെയായി ഈ ടിന്റുമോനും ഉണ്ടായി ഒരുപാട് അവതാരങ്ങൾ. ആദ്യം കോട്ടയത്തെ മിമിക്രിക്കാരനായും പിന്നെ ഗാനമേളക്കാരനായും ഇപ്പോൾ ഇതാ എൻ്റെ അളിയനെ ഒരു കൂട്ടായി. അലിയ, ശബരം കീ സിന്ദഗി ജോ കബീന കീ കഥം ഹോ ജാതി. കർത്താവേ, ഇത് മിക്കവാറും ഷോക്ക് അടിപ്പിക്കേണ്ടി വരും. എനിക്ക് ആടിന്റെ ചെങ്കിലെ ചോര കുടിക്കാൻ സമയമായി. എവിടെ ആടിന്റെ ചെങ്കിലെ ചോര? ദേ സാറേ, ഇതാ ആടിന്റെ ചെങ്കിലെ ചോര. അവൻ ആ വേലക്കാരെയും കൊണ്ട് സ്വിമ്മിംഗ് പൂളിൽ പോയി ചാടി. ആണ്ടേ, ദേ നിന്നെ മേലച്ച വരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. സണ്ണിയും അച്ചാമ്മയും തമ്മിൽ എപ്പോഴും വഴക്കാണല്ലേ? ഓ, ഒന്നും പറയണ്ട എൻ്റെ അച്ചോ. എനിക്കുള്ള ഒരു സമാധാനവും തരത്തില്ല. അച്ഛോ, സണ്ണിച്ചാൻ ഇപ്പൊ പേരും പ്രശസ്തിയും മതി, വീട്ടുകാരും ഒന്നും ശ്രദ്ധിക്കത്തില്ലാന്നേ. പൂമുഖവാദികളെ പൂന്തിങ്കളാണ് ഭാര്യ എന്നല്ലേ സണ്ണി എല്ലാരും പറയാറ്? പൂമുഖവാതുക്കൽ കലി തുള്ളി നിൽക്കുന്ന പോതനെയാണ് എൻ്റെ ഭാര്യ. ഞാൻ ഇന്നലെ നമ്മുടെ വലിയ പിതാവിന് പറഞ്ഞതേയുള്ളൂ, ഈ ബാൽത്തിമോറിലെ ഏറ്റവും നല്ല ഭാര്യ ഭർത്താക്കന്മാര് നമ്മുടെ ഇടവകയിൽ സണ്ണിയും അച്ചാമ്മയുമാണെന്ന്. എന്നാലും എൻ്റെ അച്ചോ, ഇത്രയും വലിയ തോണ ആ പിതാവിനോട് പറയണ്ടായിരുന്നു. കല്യാണം കഴിച്ച സമയത്തൊക്കെ എന്ത് സ്നേഹമായിരുന്നു സണ്ണിച്ചായന്. ഇപ്പൊ എപ്പ നോക്കിയാ വഴക്കും കുറ്റവും. ഞാൻ ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ അപ്ഡേറ്റ് ചെയ്തപ്പോ ഈ സണ്ണിച്ചായനൊന്നും ലൈക്ക് പോലും ചെയ്തില്ല അച്ചോ. ഒരു ലൈക്ക് അങ്ങോട്ട് ചെയ്ത് കൊടുക്കണ്ട എന്റെ സണ്ണിയെ. ഈ ജോലി തിരക്കും കൈരളി അസോസിയേഷന്റെ പരിപാടിയും പള്ളിക്കാര്യവും കഴിഞ്ഞ് ലൈക്ക് ചെയ്യാനൊന്നും സമയം കിട്ടാറില്ല അച്ഛാ. ആ മോളി സോളിയൊക്കെ ഫോട്ടോ ഇട്ടാൽ എന്തൊരു ഉത്സാഹമാണ് ലൈക്ക് അടിക്കാനും കമന്റ് ഇടാനും. ദേ എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട അച്ചോ. എനിക്ക് പേരെടുക്കണം. അതിന് സണ്ണി ദിവസവും 3-4 പേർ ആശുപത്രിയിൽ എടുക്കുന്നുണ്ടല്ലോ. അയ്യോ അച്ചോ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. പേര് നെയിം, പേരും പ്രശസ്തി. അതിന് സണ്ണിക്ക് ആവശ്യത്തിന് പേരും പ്രശസ്തിയും ഉണ്ടല്ലോ. അച്ചോ, 10-25 കൊല്ലമായി ഇവിടെ ജോലി ചെയ്യുന്നു. ആവശ്യത്തിന് കാശും ഉണ്ടാക്കി. ഇനി വല്ല ഫോമാ പ്രസിഡന്റ് ആയിട്ട് അമേരിക്കയിൽ പേരും പ്രശസ്തിയും ഒക്കെ നേടണം അച്ചോ. അതിനാദ്യം ഏതെങ്കിലും സംഘടനകളെ സ്പോൺസർ ചെയ്യണം സണ്ണി. പേര് കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ സ്പോൺസർ ചെയ്യാൻ റെഡിയാണ് അച്ചോ. അങ്ങനെയാണെങ്കിൽ ഈ ഓണത്തിന് വൃദ്ധസദനത്തിൽ ആഹാരവും വസ്ത്രവും സ്പോൺസർ ചെയ്യേ. അതിനിവിടെ വൃദ്ധസാധനം ഉണ്ടോ അച്ചോ? ഇവിടെ നേഴ്സിംഗ് ഹോമും അസിസ്റ്റഡ് ലിവിംഗ് ഒക്കെ അല്ലേ ഉള്ളൂ.
ആര് പറഞ്ഞില്ലെന്ന്? ഇവിടെ ഞാൻ നടത്തുന്ന ഒരു വൃത്തസാനമുണ്ട്. ഇവിടുത്തെ പണക്കാരായ മക്കൾ ആവശ്യം കഴിഞ്ഞ് നേഴ്സിംഗ് ഹോമിൽ കൊണ്ട് കളഞ്ഞ കുറച്ച് മാതാപിതാക്കളെ ഞാൻ നോക്കുന്നുണ്ട്. അവിടുത്തെ രുചിയില്ലാത്ത ആഹാരം കഴിച്ച് മടുത്ത ഇവർക്ക് ഇവിടെ ഞാൻ കൊടുക്കുന്ന ചൂട് കഞ്ഞിയും ചമ്മന്തിയും കഴിക്കുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന സന്തോഷം കാണുമ്പോൾ എന്റെ മനസ്സ് നിറയും. അച്ചോ, ഈ വൃദ്ധസദനത്തിലൊക്കെ സ്പോൺസർ ചെയ്താലേ പേരും പ്രശസ്തിയൊക്കെ കിട്ടുമോ? ഇതിനു വേണ്ടി പണം മുടക്കിയാൽ സണ്ണിക്ക് ജീവന്റെ പുസ്തകത്തിൽ വരെ പേര് വരും. സണ്ണിയെ, നിനക്ക് പേരും പ്രശസ്തിയും വേണ്ടേ സണ്ണി? വേണം അച്ചോ, അത് വേണം. എന്ന വിടു വണ്ടി നമ്മുടെ വൃത്തസദനത്തിലേക്ക്. വിശ്വം കാക്കുന്ന നാഥ, വിശ്വൈക നായക, ആത്മാവിലെരിയുന്ന തീയണയ്ക്കു, നിന്നാത്മചൈതന്യം നിറയ്ക്കൂ, ആത്മചൈതന്യം നിറയ്ക്കൂ. വിശ്വം കാക്കുന്ന ഇടയൻ കൈവിട്ട കുഞ്ഞാടുകൾ ഇരുളിൽ കൈത്തിരി തിരയുമ്പോൾ ആരുമില്ലാത്തവർക്ക് അഭയം നൽകും കാരുണ്യമെന്നിൽ ചൊരിയണമേ, കാരുണ്യമെന്നിൽ ചൊരിയണമേ. എല്ലാവർക്കും സന്തോഷമായല്ലോ അല്ലേ? എടാ ടോണി, ഞാൻ അവർക്ക് ഉമ്മ കൊടുക്കുന്നത് ഒരു ഫോട്ടോ എടുത്ത് തരണം കേട്ടോ. അത് പത്രത്തിലും ഫേസ്ബുക്കിലും ഇടാൻ. ഒന്ന് വേഗം എടുക്കടാ. എന്നാ നമുക്കിനി കൈരളിയുടെ ഓണാഘോഷ പരിപാടിയിലേക്ക് പോകാം. പോകാം പോകാം. അപ്പോഴേ ഇതൊക്കെ ആര് തന്നു എന്ന് ചോദിച്ചാൽ എന്റെ പേര് പറഞ്ഞേക്കണം കേട്ടാ. ഓക്കെ മോനെ, ബൈ. താങ്ക്സ് മോനെ. ഇന്നത്തെ കാലത്ത് ഇതുപോലത്തെ നല്ല മക്കളുണ്ടല്ലോ. എനിക്കും ഇതുപോലത്തെ ഒരു മോനുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോകുക. എന്താ അന്നാമ്മേ നീ കരയുന്നേ? ഈ സമ്മാനം ഒന്നും നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? എന്ത് സമ്മാനം? 46 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം എനിക്ക് തന്ന സമ്മാനമുണ്ട്. ഇപ്പോ അതുകൊണ്ട് പോയി എന്റെ മോൻ സണ്ണിക്കുട്ടി. ഇപ്പോ അവൻ എനിക്ക് തന്ന ഈ സമ്മാനം ഞാൻ നെഞ്ചോട് ചേർക്കണം, അതോ തള്ളിക്കളയണം? നിങ്ങൾ തന്നെ ഒന്ന് പറ. സമ്മാനങ്ങൾ വിലയേറിയതാകുന്നത് പണത്തിന്റെ തോത് കൂടുമ്പോഴല്ല, മറിച്ച് അതിൽ ആത്മാർത്ഥ സ്നേഹം നിറച്ച് നൽകുമ്പോഴാണ്. സ്നേഹസാഗരങ്ങളായ മനസ്സുമായി മക്കളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന എല്ലാ അമ്മമാരുടെയും തൃപാദങ്ങളിൽ ഈ ഹാസ്യരൂപകം സമർപ്പിക്കുന്നു.